ഹലോ ഗായ്സ്, ഇനി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ ഗാർഡനിൽ ഇതുപോലെ നിറയെ റോസാപ്പൂക്കൾ ഇട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്ത് കൊടുക്കേണ്ടതെന്നാണ്. മാത്രമല്ല ഈ ഒരു ടൈമിലാണ് നമ്മുടെ ഗാർഡനിലെ എല്ലാ റോസാ ചെടികളും നിറയെ റോസാപ്പൂക്കൾ ഇടുന്നത്. അപ്പോൾ എൻ്റെ ഗാർഡനിലുള്ള എല്ലാ റോസാ ചെടികളും നിങ്ങളൊന്ന് പരിചയപ്പെടുത്തി തരികയാണ്. ഞാൻ എന്തൊക്കെ കെയറിങ് ആണ് അവർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇതുപോലെ നിറയെ പോയിട്ട് വരാൻ എന്നൊക്കെ ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്ത് ലാസ്റ്റ് വരെയും കാണണേ. അപ്പോൾ ആദ്യം തന്നെ എൻ്റെ വീട്ടിലെ മെയിൻ അട്രാക്ഷൻ ആയിട്ടുള്ള പനിനീർ റോസാപ്പൂവിൽ നിന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു പൂവ് നല്ല ഭംഗിയാണ് കാണാൻ. എപ്പോഴും 2-3 പൂവൊക്കെ വെച്ചാണ് ഇത് ഇടുന്നത്. അപ്പോൾ നമ്മളിവിടെ എല്ലാ റോസാ ചെടികളെയും ഇതുപോലെ മണ്ണിലാണ് നട്ട് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഒരു ചെടിച്ചട്ടി നട്ട് കൊടുക്കുന്നതിനേക്കാളും കുറച്ചും കൂടി സ്പേസ് ഉണ്ടാവും അവർക്ക് വളരാൻ. അപ്പോൾ ഇതുപോലെ നിറയെ പൂക്കളും ഉണ്ടായിക്കോളും. ഇനി ഈ പൂക്കളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ പകുതിയൊന്നും ഉണ്ടാവില്ല, ഇതിലൊക്കെ തിന്നുകൊണ്ട് പോയേക്കുന്ന കാണാം. അതിൻ്റെ മെയിൻ ആയിട്ടുള്ള ആർട്ടിസ്റ്റ് ഇതേ ഇരിക്കുന്ന ആളാണ്. എല്ലാ റോസും ഇതുപോലെ തിന്നുകൊണ്ട് പോവുകയാണ് ഇയാളുടെ മെയിൻ ആയിട്ടുള്ള പരിപാടി. അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്ന സമയം നമ്മളിത് കളയാൻ നോക്കിയപ്പോൾ ഞാനൊന്നും അറിഞ്ഞിട്ടില്ലേ എന്നും പറഞ്ഞ് ഒന്നും അറിയാത്ത പോലെ കിടക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ റോസാപ്പൂക്കൾ ഒത്തിരി ഉണ്ടായി നിൽക്കുമ്പോൾ അവർ തേൻ കുടിക്കാൻ മാത്രമല്ല ആ പൂവ് അങ്ങനെ തിന്നും കൂടി കളയുന്നുണ്ട്. അപ്പോൾ നമുക്ക് മരുന്നടിച്ച് കൊടുത്തിട്ട് കാര്യമില്ല, കാരണം അത് പിന്നെയും വരും. കണ്ടില്ലേ, എല്ലാ റോസും ഈ വണ്ടുകൾ വന്ന് ഇഷ്ടംപോലെ ഇരിക്കുന്നുണ്ട്. ആ മുട്ടുകൾ ഉണ്ടാവുമെന്ന് വരെ അവർ മൊത്തത്തിൽ തിന്നാറുണ്ട്. ഇനി നമ്മുടെ ഗാർഡനിലെ അടുത്ത റോസാ ചെടി എന്ന് പറയുന്നത് ഈ ഒരു അടിപൊളിയായിട്ടുള്ള റോസാ ചെടിയാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്, ഒരൊറ്റ തണ്ടിൽ നിന്നാണ് ഒരു 15 പൂവിൽ കൂടുതലുണ്ടാവും ഒരു തണ്ടിയിൽ വന്നേക്കുന്നത്. ഇത് ഇങ്ങനെ ഒരു കുലകുലയായിട്ട് ഒത്തിരി റോസാപ്പൂക്കൾ ഇടുന്ന ഒരു റോസാ ചെടിയാണ്. അപ്പോൾ ഇതേപോലെ പൂക്കൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളം ചാണകപ്പൊടിയും എല്ലുപൊടിയാണ്. അത് ആവശ്യത്തിന് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇട്ട് കൊടുക്കും. അപ്പോഴാണ് ഇതുപോലെ നിറയെ പൂക്കൾ ഉണ്ടാവുള്ളൂ. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയത് ഇതുപോലെ ഒത്തിരി കുലകുലയായിട്ട് ഇടുന്ന റോസാപ്പൂക്കളൊക്കെ ഉണ്ടെങ്കിൽ അതിന് നമുക്ക് എവിടെയെങ്കിലും കെട്ടി വെക്കണം, അല്ലെങ്കിൽ വെയിറ്റ് കൂടും. ഇപ്പോൾ ഞാനിതിനെ കോളാമ്പിയുടെ കൂടെയാണ്, കോളാമ്പിയുടെ സ്റ്റാൻഡും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടിയാണ് ഇതിനെ ഇങ്ങനെ വളർത്തിയെടുത്തേക്കുന്നത്, അല്ലെങ്കിൽ അത് വേഗം ഒടിഞ്ഞു പോകും. പിന്നെ ഈ റോസാപ്പൂക്കൾ പെട്ടെന്നൊന്നും വാടിപ്പോവില്ല. കുറച്ച് ദിവസം ഇതുപോലെ നല്ല ഭംഗിയായിട്ട് പൂക്കളിട്ട് നിൽക്കും. പുതിയതായിട്ട് അതിൻ്റെ സൈഡിൽ നിന്ന് വന്ന തണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഒരു 3-4 റോസാമുട്ടുകളായിട്ടാണ് വരുന്നത്. ഇതിൻ്റെ എല്ലാ സൈഡിൽ നിന്നും അങ്ങനെയാണ് വരുന്നത്. ഇനി നമ്മുടെ ഗാർഡനിലെ കുഞ്ഞ് റോസാപ്പൂവിനെ പരിചയപ്പെടുത്താം. ഈ റോസാപ്പൂവിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, കാരണം മറ്റ് റോസാപ്പൂവിനെ വെച്ച് നോക്കുമ്പോൾ ഇതിങ്ങനെ കുഞ്ഞനായിട്ട് നിന്നിട്ട് ഒത്തിരി അധികം ഹൈറ്റ് വെച്ച് പോകില്ല. നമുക്കിങ്ങനെ ബുഷിയായിട്ട് വെട്ടി നിർത്തി നിറയെ പൂക്കളുണ്ടാവുന്ന ഒരു അടിപൊളിയായിട്ടുള്ള റോസാപ്പൂവാണ്. നല്ല മണവുമാണ് ഇതിൻ്റെ പൂക്കൾക്ക്. ഇപ്പോൾ ഇത് പിടിച്ച് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ചെറുതിൽ തുടങ്ങി നിറയെ കുലകുലയായിട്ട് പൂക്കൾ വന്നുകൊണ്ടിരിക്കും. ഹൈറ്റും വെക്കില്ല, ചെറിയ ഇലകളുമാണ്. അപ്പോൾ ഇതിൻ്റെ അപ്പുറത്തായിട്ട് വൈറ്റ് കളറിൽ ഒരു റോസാപ്പൂക്കളും നമ്മൾ നട്ടു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സൈഡ് മൊത്തം നമ്മൾ റോസ് ചെടിക്ക് വേണ്ടി കൊടുത്തേക്കാണ്. അതിൻ്റെ ഇടയിൽ മെലസ്റ്റോമയും നട്ടു കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കുഞ്ഞൻ തൈയിൽ ഒരു വൈറ്റ് കളർ റോസാപ്പൂ ഉണ്ടായത്. അത് നല്ല മണമുള്ള റോസാപ്പൂക്കളാണ്. അപ്പോൾ നമ്മുടെ നേരത്തെ പറഞ്ഞ കുഞ്ഞ് റോസാപ്പൂവിനെ ചെടിച്ചട്ടിയിൽ നട്ടു പിടിപ്പിച്ചിട്ടുണ്ട് നമ്മൾ. അപ്പോൾ അത് പിടിച്ച് വന്നപ്പോൾ മുതൽ പൂവിട്ട് തുടങ്ങുന്നത് കേട്ടോ. ചുറ്റും വന്നേക്കുന്ന എല്ലാ പുതിയ കൂമ്പിലും നിറയെ മുട്ടുകളോട് കൂടിയാണ് അത് വന്നേക്കുന്നത്. അടുത്ത ഈ റോസാപ്പൂവാണ് എൻ്റെ ഏറ്റവും കൂടുതൽ ഫേവറേറ്റ് ആയിട്ടുള്ള റോസാപ്പൂ. പണ്ട് സ്കൂളിലൊക്കെ പോകുമ്പോൾ തലയിൽ അമ്മ വെച്ച് തരുന്ന ഈ റോസാപ്പൂ ഇതാണ്. നല്ല മണമാണ്, ഒത്തിരി ദിവസം നിൽക്കുകയും ചെയ്യും. ഇപ്പോൾ ഈ ഒരു റോസാ ചെടിക്കായാലും ഇതുവരെ ഞാൻ കാണിച്ച റോസാ ചെടികൾക്കെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, എല്ലാ കൂമ്പിൽ നിന്നും ഇഷ്ടംപോലെ മുട്ടുകളും പൂക്കളുമാണ് വരുന്നത്. അങ്ങനെ എല്ലാ കൂമ്പുകളിൽ നിന്നും പുതിയ മുട്ടുകളും പൂക്കളും ഒത്തിരി വരാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്ത് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഈ റോസാപ്പൂക്കൾ ഇട്ട് കഴിഞ്ഞ് കൊഴിഞ്ഞ് കഴിയില്ലേ, ആ ഒരു ഭാഗത്തെ കത്രിക ഉപയോഗിച്ച് വെട്ടിക്കളയുക. കുറച്ച് ഇറക്കി വെട്ടിയാലും കുഴപ്പമില്ല. ഇഷ്ടംപോലെ പുതിയ കൂമ്പുകൾ വരുന്നോളും നന്നായിട്ട്. ആ കൂമ്പുകൾ വരുമ്പോൾ ആ ഓരോ കൂമ്പിൽ നിന്നും പുതിയ പുതിയ റോസാമുട്ടുകളായിരിക്കും വരുന്നത്. നമ്മുടെ കടലിൽ അടുത്തൊരു അടിപൊളിയായിട്ടുള്ള നല്ല റെഡ് കളറിലെ റോസാപ്പൂവാണ് ഈ കാണുന്നത്. ഇതിൽ 2 ഡിഫറെൻ്റ് ആയിട്ടുള്ള റോസാപ്പൂക്കൾ ഉണ്ടാവുന്നത് കണ്ടോ. ഇതും അതിൻ്റെ അപ്പുറത്തെ സൈഡിലുള്ളതിൻ്റെ കളർ വ്യത്യാസം നോക്കി, അതിൻ്റെ ഷേപ്പ് വരെയും വ്യത്യാസമുണ്ട്. എപ്പോഴും അങ്ങനെ ഉണ്ടാവാറ്. പിന്നെ ഇതിൻ്റെ സൈഡ് എല്ലാ പുതിയ കൂമ്പുകളിലും നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഇഷ്ടംപോലെ മുട്ടോടുകൂടി വന്നേക്കണം. കാരണം നമ്മൾ കുറച്ച് മുന്നേ ഇതിനെ നന്നായിട്ട് വെട്ടി ഒതുക്കിയിട്ടുണ്ടായിരുന്നു. എല്ലാ കമ്പുകളും വെട്ടി ഒതുക്കിക്കൊണ്ട് വന്ന കമ്പുകളിലെല്ലാം പുതിയ കൂമ്പുകളിലെല്ലാം പുതിയ മുട്ടുകൾ 1, 2, 3 വെച്ചൊക്കെയാണ് മുട്ടുകൾ വന്നേക്കുന്നത്. അതിനേക്കാളും രസമായി സൈഡിൽ നിന്ന് വന്നേക്കുന്നത് നോക്കി, ഇല വരുന്ന മുന്നേ തന്നെ കണ്ടോ മുട്ടോട് കൂടി വന്നേക്കുകയാണ്. നല്ല റെഡ് കളർ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് റോസ് വാട്ടറൊക്കെ ഉണ്ടാക്കാൻ ഈ റോസാപ്പൂ ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഡെയിലി വാട്ടറിങ് ചെയ്ത് കൊടുക്കണമെങ്കിൽ നല്ലതായിരിക്കും, കാരണം ഒത്തിരി വെയിലുള്ള സമയമൊക്കെ ആണെങ്കിൽ പൂക്കൾ ഉണ്ടായിക്കഴിഞ്ഞാൽ വെള്ളം കുറവായി കഴിഞ്ഞാൽ അതൊക്കെ വാടിപ്പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ആവശ്യത്തിന് എപ്പോഴും അതിൻ്റെ കടഭാഗത്ത് വെള്ളത്തിൻ്റെ അംശം വേണം.
പിന്നെ ഇതിന് കണ്ടു വന്നേക്കുന്ന കേടായിട്ട് ഇലകളിൽ മുരടിപ്പ് പോലത്തെ കേടൊക്കെയാണ് കാണാറ് കൂടുതലും. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ചെടികളിൽ അടിക്കുന്ന മരുന്ന് അടിച്ച് കൊടുക്കണം, അല്ലെങ്കിൽ ആ കമ്പുകൾ വെട്ടി നിർത്തുകയും വേണം. ഇപ്പോൾ ഇതുപോലെ നിറയെ പൂക്കളൊക്കെ കൊഴിഞ്ഞ് കഴിഞ്ഞ് ഇങ്ങനെ ഉണങ്ങി നിൽക്കുകയാണെങ്കിൽ അപ്പം തന്നെ നമ്മൾ തന്നെ ബുഷ് പോലെയുള്ളതൊക്കെ ആണെങ്കിൽ വെട്ടി നിർത്തി കഴിഞ്ഞാൽ രണ്ടാമത് ഇതുപോലെ നിറയെ പൂക്കളായിട്ട് വന്നോളും. ആ കാര്യം ശ്രദ്ധിക്കണം. അപ്പോൾ എല്ലാവർക്കും തന്നെ റോസാ ചെടികളുടെ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. പുതിയ ചെടികളുടെ വിശേഷമായി അടുത്ത വീഡിയോയിൽ കാണാം.